സിറിയയിൽ ആഭ്യന്തര യുദ്ധം നിർണായക ഘട്ടത്തിലേക്ക്. വിമതർ തലസ്ഥാന നഗരമായ ദമാസ്കസ് പിടിച്ചെടുത്തതോടെ സിറിയൻ പ്രസിഡന്റ് ബഷാർ അൽ അസാദ് രാജ്യം വിട്ടു. സൈനിക ഉദ്യോഗസ്ഥരാണ് പ്രസിഡന്റ് രാജ്യം വിട്ടതായി സ്ഥിരീകരിച്ചത്. ബഷാർ അൽ അസാദിന്റെ 24 വർഷത്തെ ഭരണത്തിന് അവസാനമായെന്ന് സിറിയയുടെ സൈനിക കമാൻഡ് ഉദ്യോഗസ്ഥർ അയച്ച സന്ദേശത്തിൽ അറിയിച്ചു. സർക്കാർ അനുകൂല സൈന്യത്തിന്റെ ചെറുത്തുനിൽപ്പ് രാജ്യത്ത് ദുർബലമാണ്. തീവ്രവാദ സംഘടനയായ ഹായത് തഹ്രീർ അൽ ഷാം 3 സുപ്രധാന നഗരങ്ങൾ പിടിച്ചെടുത്തു. ഏകാധിപത്യം അവസാനിച്ചെന്ന് അവകാശപ്പെടുന്ന HDS വിമോചനത്തിന്റെ അവസാന നിമിഷങ്ങളിലെത്തിയെന്ന് സംഘടനാ തലവൻ അഹമ്മദ് അൽ ഷാറ വീഡിയോ സന്ദേശത്തിലൂടെ പറഞ്ഞു. തലസ്ഥാനമായ ദമാസ്കസിനെ വിമതർ വളഞ്ഞിരിക്കുകയാണ്. മിക്കയിടങ്ങളിലും സർക്കാർ അനുകൂല സൈന്യത്തിന്റെ ചെറുത്തുനിൽപ്പ് ദുർബലമായി തുടരുകയാണ്. ദമാസ്കസിലെത്തിയ വിമതർ അവിടുത്തെ ജയിലുകളിലെ തടവുകാരെ മോചിപ്പിച്ചെന്നും റിപ്പോർട്ടുകളുണ്ട്. നേരത്തെ വിമതർ ഹോംസ് നഗരം പിടിച്ചടക്കിയിരുന്നു. തന്ത്രപ്രധാനമായ മേഖലയായ ഹോംസിലേക്ക് വിമതർ എത്തിയതോടെ ബഷാർ അൽ അസാദ് ഭരണകൂടം കനത്ത ആശങ്കയിലായിരുന്നു. ഇതിന് പിന്നാലെയാണ് ദമാസ്കസിലേക്ക് വിമതർ എത്തുന്നത്. അസാദ് രാജ്യം വിട്ടതോടെ സർക്കാരിന്റെ ആയുസ് ഇനി എത്ര നേരമെന്ന ആശങ്ക ശക്തമായി നിലനിൽക്കുകയാണ്. സിറിയയിൽ ഇനി എന്തെന്ന് ലോകരാജ്യങ്ങൾക്കിടയിൽ ആശങ്ക ഉയർന്നിട്ടുണ്ടെങ്കിലും വിഷയത്തിൽ ഇടപെടാനാകില്ലെന്ന് അമേരിക്ക വ്യക്തമാക്കി. സിറിയൻ സർക്കാരിന് എല്ലാ സഹായവും നൽകുമെന്ന് ഇറാൻ അറിയിച്ചു. മേഖലയിൽ പുതിയ ആശങ്ക. ജോർദാന് സമീപമുള്ള ദേറ പിടിച്ചെടുത്തത് വിമതർക്ക് ബലം കൂട്ടിയിട്ടുണ്ട്. 2011 ആരംഭിച്ച സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ പ്രഭവ കേന്ദ്രമായിരുന്നു ദേറ. അതേസമയം ആസാദിനെ പിന്തുണച്ചുകൊണ്ട് ഇറാൻ, റഷ്യ, തുർക്കി എന്നീ രാജ്യങ്ങൾ ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി. സിറിയൻ പ്രദേശങ്ങൾ ഭീകര സംഘടനകളുടെ പിടിയിലാക്കരുതെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർഗൈ ലവ്റോവ് മുന്നറിയിപ്പ് നൽകി. ലബനൻ സിറിയ അതിർത്തി പ്രദേശത്ത് ഇസ്രായേൽ ആക്രമണം നടത്തിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വടക്കൻ ആലപ്പോ, മധ്യമേഖലയായ ഹമ, കിഴക്കൻ ദ്രെയിൻ അൽസോർ എന്നിവിടങ്ങളിൽ വിമതർ ഇതിനകം കൈയടക്കി. സിറിയയിലെ പ്രധാന നഗരമാണ് ഹമ. റഷ്യയുടെയും സിറിയയുടെയും വ്യോമസേന ചെറുത്തുനിൽക്കാൻ ശ്രമിച്ചുവെങ്കിലും വിമതരുടെ മുന്നിൽ കീഴടങ്ങുകയായിരുന്നു. ആക്രമണങ്ങളിൽ ഇതുവരെ 1000-ലധികം പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വിമതർക്കെതിരെ റഷ്യൻ യുദ്ധവിമാനങ്ങളും ആക്രമണം നടത്തുന്നുണ്ട്. അതേസമയം ആഭ്യന്തര കലാപം രൂക്ഷമായ സാഹചര്യത്തിൽ സിറിയയിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നേരത്തെ ഇന്ത്യക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എത്രയും പെട്ടെന്ന് സിറിയ വിടാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. സിറിയയിൽ നിലവിൽ തുടരുന്ന ഇന്ത്യൻ പൗരന്മാർ എംബസിയുമായി ആശയവിനിമയം നടത്തണമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. സിറിയയിലെ ആഭ്യന്തര കലാപം കണക്കിലെടുത്ത് ഇന്ത്യൻ പൗരന്മാർ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ സിറിയയിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിലവിൽ സിറിയയിൽ തുടരുന്ന പൗരന്മാർ ദമാസ്കസിലുള്ള ഇന്ത്യൻ എംബസിയുമായി ഇമെയിൽ, വാട്സ്ആപ്പ്, എമർജൻസി നമ്പർ മുഖേന ബന്ധപ്പെടണം. ലഭ്യമായ വിമാനത്തിൽ സാധിക്കുന്നവർ എത്രയും വേഗത്തിൽ സിറിയയിൽ നിന്നും മാറണം. രാജ്യത്ത് തുടരുന്നവർ ജാഗ്രത പുലർത്തണമെന്നും വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ കുറിപ്പിൽ പറയുന്നു.